ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളത് മദ്യപിക്കാതെ ജീവിക്കുന്നവർക്കാണ്, ഡ്രഗ് അടിക്കുന്നവർക്കല്ല. ഈ ലോകത്ത് ഏറ്റവും സമാധാനമുള്ളത് ആർക്കാണെന്നറിയോ? ആരാധന ചെയ്യുന്നവർക്കാണ്, ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്. സൈക്കോളജിസ്റ്റുകൾ വേറെ പല പേരിട്ട് വിളിക്കും, മെഡിറ്റേഷൻ വേണമെന്ന് പറയും. ഒരു മുസ്ലിമിന് 5 നേരത്തെ മെഡിറ്റേഷൻ, 5 നേരത്തെ നമ്മുടെ നിസ്കാരമാണ്. ആ നിലക്ക് നമുക്കതിനെ കാണാൻ കഴിഞ്ഞാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും മനോഹരമായ ജീവിതം. ഹയാതൻ ത്വയ്യിബ എങ്ങനെ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നറിയില്ല. അള്ളാഹു നൽകുന്ന ജീവിതം, we will give him a fulfilling life. എങ്ങനെ മലയാളത്തിൽ പറയാ? ആത്മസംതൃപ്തി നൽകുന്ന ജീവിതം. പടച്ചോൻ പറഞ്ഞതുപോലെ കേട്ട് ജീവിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആത്മനിർവൃതിയുള്ള ജീവിതം ഇവിടെ ആ മനുഷ്യന് അല്ലാഹു നൽകിയിരിക്കും. ചിലത് നമ്മൾ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ, അല്ലേ? ആരോഗ്യമെന്നത് ആരോഗ്യമില്ലാത്തവൻ്റെ കണ്ണിൽ ആരോഗ്യമുള്ളവൻ ചുമന്ന് നടക്കുന്ന ഒരു കിരീടമാണ്, അല്ലേ? എത്ര കോടീശ്വരനാണെങ്കിലും 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്യൂമർ വന്നിട്ടോ അല്ലാതെയോ ഇനി ഒരു മരണത്തിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്ന് കാണുമ്പോൾ താൻ കിടക്കുന്ന ICU എന്ത് യൂണിറ്റായിരിക്കട്ടെ അവിടെ കിടക്കുമ്പോൾ അവിടെ തൂത്തുവാരുന്ന ഒരു പെണ്ണിൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്ത് ഞാനത് വാങ്ങിക്കുമായിരുന്നു എന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന നേരമുണ്ട്. മുസ്ലിമായി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തിയും നിർവൃതിയും ഒരുപക്ഷെ വഴിതെറ്റി കുറച്ച് ദൂരം അങ്ങ് പോകുമ്പോഴായിരിക്കും തിരിച്ചറിയുക, ഞാൻ ഐ വാസ് ഇൻ എ ബെറ്റർ ലൈഫ് ബിഫോർ. പിന്നെ തിരിച്ചു വന്നാണ് കാണാൻ കഴിയുക. പക്ഷേ സത്യം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. സംതൃപ്തമായ ജീവിതം അള്ളാഹുവിനനുസരിക്കുന്നവർക്ക് ഇവിടെ അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതിനാണ് നമ്മൾ പടച്ചവൻ അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നത്. നമ്മുടെ ശരീരം പറയും ചെയ്യണം, നമ്മുടെ സൗഹൃദം പറയും അത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടുകൾ പറയും ദാറ്റ്സ് നോർമൽ, നമ്മുടെ സമൂഹം പറയും യു ആർ an odd person. ഞങ്ങളൊക്കെ ഇങ്ങനെ, നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്, നീ എന്താ വ്യത്യസ്തമായ ചിന്തയിൽ, ഞങ്ങൾ ഒഴുകുന്ന ഒഴുക്ക് നീ കാണുന്നില്ലയോ? ബദഅ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങുന്നത് വിചിത്രമായിട്ടാണ്. ഗരീബൻ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ്, ഏലിയൻ, സ്ട്രേഞ്ച്. ഇസ്ലാം തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. അറേബ്യ മുഴുവൻ മദ്യത്തിൻ്റെ ലഹരിയാണ്. മദ്യമില്ലാത്തതവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്ത്രീ സമൂഹത്തെ they were truly enslaved, അവരടിമകളാക്കി വെച്ചിരുന്ന കാലം. war was a passion, എന്തിനും യുദ്ധം, എന്തിനും കൊല ചെയ്യുന്നത്, murder, എല്ലാറ്റിനും കൊലപാതകം എന്ന ഒരു പരിഹാരം മാത്രം. ആ ഒരു സമൂഹത്തിനിടയിൽ മനുഷ്യന്റെ ജീവന് വിലയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ് കടന്നു വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെന്ന് പറയുന്നത് അമാനത്താണ്. ആ അമാനത്ത് സൂക്ഷിക്കുന്നവന് നാളെ സ്വർഗമുണ്ട് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനാകുന്നത് മനുഷ്യന്റെ കോൺഷ്യൻസസ്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ്, വിശേഷ ബുദ്ധി കൊണ്ടാണ്. ആ വിശേഷ ബുദ്ധിയെ തകരാറിലാക്കുന്ന ആൽക്കഹോളിസം, ഡ്രഗ് യൂസുകൾ, ഇൻടോക്സിക്കന്റുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതും വ്യത്യസ്തനായതും മനുഷ്യന്റെ സ്വബോധം കൊണ്ടാണ്. ആ ബോധം നഷ്ടപ്പെടുന്നതൊന്നും മനുഷ്യൻ ആഹരിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകരും അനുയായികളും വന്നപ്പോ അവർ പറഞ്ഞു, ദിസ് ഈസ് ഏലിയൻ, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്, ഇത് ഞങ്ങൾക്കറിയാത്തതാണ്. ബദഅ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടാണ് ലോകത്ത് കടന്നു വന്നതെങ്കിൽ വസയഊദു കമാ ബദ, എങ്ങനെയാണോ തുടങ്ങിയത് അവിടത്തേക്ക് ഇസ്ലാം വലിയ ഒരു യാത്രക്ക് ശേഷം തിരിച്ചു പോകും. ആ തിരിച്ചുപോക്ക് നടക്കുന്ന കാലഘട്ടമാണ് നമ്മുടേത്. സമൂഹം മുഴുവനും ഒരു വഴിക്കൊഴുകുമ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം കാണുമ്പോൾ വിചിത്രമെന്ന ആളുകൾ പറയും,